നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ വാർത്തകളിലേക്കാണ്. ചലച്ചിത്ര മേഖലയിലെ ലൈംഗിക ആരോപണങ്ങൾ അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ച സർക്കാർ. 7 അംഗ സംഘത്തെ IG സ്പർജൻ കുമാർ നയിക്കും. 4 വനിതാ IPS ഉദ്യോഗസ്ഥരും സംഘത്തിലുണ്ട്. ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷ് മേൽനോട്ടം വഹിക്കും. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, നിലവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങളിലൂടെയൊക്കെ തുറന്നു പറഞ്ഞ പരാതികൾ, അതിന്മേലുള്ള അന്വേഷണമാണോ ആദ്യഘട്ടത്തിൽ സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത്? പിന്നീട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ആയിട്ടുണ്ടോ? അനുജ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന കാര്യം അങ്ങനെയാണ്. അതായത് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം ഉയർത്തിയവർ, ആക്ഷേപം ഉയർത്തിയവർ, അവരെ കാണുക, അവരോട് ബന്ധപ്പെടുക, അതിനുശേഷം അവർക്ക് പരാതി ഉണ്ടോ, അവരുടെ മൊഴി നൽകാൻ തയ്യാറാണോ, അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ച ശേഷമായിരിക്കും സംസ്ഥാന പോലീസ് ഇക്കാര്യത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുക. ഏതായാലും ഈ ഒരു വിഷയം, അതായത് സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ ആരോപണങ്ങൾ ഉന്നയിച്ചവരെ ബന്ധപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിലൊരു അന്വേഷണം നടത്താനുള്ള ഒരു പ്രത്യേക സംഘം സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച നിലപാട് മാറ്റമാണ്. കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഏതെങ്കിലും തരത്തിൽ നിയമപരമായിട്ടുള്ള അന്വേഷണത്തിന് സാധ്യതയില്ല പരാതി നൽകാതെ എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. എന്നാൽ പിന്നീട് അങ്ങനെ ഒരു അന്വേഷണം വേണം, നിയമപരമായി ഇക്കാര്യത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ള ആവശ്യം ശക്തമായി. ഇതേ തുടർന്നാണ് ഇന്ന് നിയമോപദേശം അടക്കമുള്ള കാര്യങ്ങൾ തേടിയത്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് നിയമോപദേശം നൽകുകയും ചെയ്തു. മാത്രമല്ല സംസ്ഥാന മുഖ്യമന്ത്രി സംസ്ഥാന പോലീസ് മേധാവിയുമായി ചേർന്ന് ഇന്നൊരു ചർച്ച നടത്തുകയും ചെയ്തു. ആ ചർച്ചയിലാണ് പ്രത്യേക സംഘം എന്നടക്കമുള്ള ആവശ്യം ഇപ്പോൾ ഉയർന്നിരിക്കുന്നത്. IG സ്പർജൻ കുമാറിന്റെ നേതൃത്വത്തിൽ 7 അംഗ സംഘമായിരിക്കും സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണമടക്കമുള്ള ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷണം നടത്തുക. അതിൽ H. വെങ്കടേഷ് ആയിരിക്കും, ക്രൈംബ്രാഞ്ച് ADGP H. വെങ്കടേഷ് ആയിരിക്കും അന്വേഷണത്തിന് മേൽനോട്ട ചുമതല വഹിക്കുക. 4 വനിതാ IPS ഉദ്യോഗസ്ഥർ ഈ സംഘത്തിലുണ്ടാകും. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ ആക്ഷൻ പ്ലാൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഇതിനോടകം തീരുമാനം ഉണ്ടായിട്ടില്ല. തൊട്ടടുത്ത മണിക്കൂറുകളിൽ ഒരു പക്ഷേ ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തെ പ്രത്യേക സംഘത്തിന്റെ യോഗം ചേരും. ശേഷമായിരിക്കും ആരൊക്കെ എന്തൊക്കെ ചുമതലകൾ വഹിക്കണം, അതിനുമപ്പുറത്തേക്ക് ആരൊക്കെ എങ്ങനെ ആക്ട് ചെയ്യണം എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനമുണ്ടാവുക. ഇനി ഈ പ്രത്യേക സംഘം അന്വേഷിക്കുന്ന കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതുവരെ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞ കാര്യങ്ങളില്ല, കാരണം അതിനകത്ത് പേരുകളില്ല, പരാമർശങ്ങളില്ല, തെളിവുകളില്ല, മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന 2 പ്രധാനപ്പെട്ട ആരോപണങ്ങളും ആ ആരോപണങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് സിദ്ദീഖിനെതിരെ ഉയർന്ന ആരോപണവും രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണം അടക്കമുള്ള അതുന്നയിച്ച ആളുകളെ ബന്ധപ്പെടും. അവർക്ക് നിയമപരമായി മുന്നോട്ട് താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കും. അവർക്ക് മുന്നോട്ട് കേസെടുക്കുന്നതിൽ താല്പര്യമുണ്ടോ, മാത്രമല്ല മൊഴി നൽകുമോ, തെളിവുകൾ നൽകുമോ, ഇതടക്കമുള്ള കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കും. അതിനുശേഷം ഒരു പ്രാഥമിക അന്വേഷണം ഇതിനകത്തുണ്ടാകും. ശേഷമായിരിക്കും കേസെടുത്ത അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുക. ഏതായാലും ആ രീതിയിൽ ഇതുവരെ ഉയർന്നിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും പരിശോധിക്കാനാണ് സർക്കാരിന്റെ നീക്കം. അതിൽ ഈ സോഷ്യൽ മീഡിയയിലടക്കം ആരോപണം ഉന്നയിച്ച ആളുകളെ ബന്ധപ്പെടാൻ നിലവിൽ ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് സംസ്ഥാന സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇങ്ങനെ പരാതിയുമായി എത്തുന്നവർക്ക് കൃത്യമായ നിയമസഹായം, അതല്ലെങ്കിൽ നിയമപരിരക്ഷ കിട്ടും എന്നുള്ളൊരു സുരക്ഷിത ബോധമില്ല എന്നുള്ളൊരു ആക്ഷേപം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ആരോപണങ്ങൾ, അതിന്മേൽ ഈ നടപടിയിലേക്ക് കടക്കുമ്പോൾ വീണ്ടും മൊഴിയെടുക്കേണ്ടതായി വരും. അപ്പോൾ അതിൽ അവിടെ ഒരു WCCക്ക് വിയോജിപ്പുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ചില പരിമിതികൾ അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് പോലീസിന് മുൻപാകെ, അതല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് മുൻപാകെ, അത് സ്വാഭാവികമായും നമുക്കറിയാം, നമ്മുടെ നിയമവ്യവസ്ഥയുടെ ഭാഗമാണ്. അന്വേഷണ സംഘത്തിന് മുൻപാകെ മൊഴി നൽകണം. ആ മൊഴി ശേഖരിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ, അങ്ങനെ സഹകരിക്കുന്ന ആളുകൾ, മൊഴി നൽകാൻ സഹകരിക്കുന്ന ആളുകൾ, അവരെ കണ്ടെത്തി ഇക്കാര്യത്തിൽ പരിശോധന നടത്തുക എന്നുള്ളത് മാത്രമാണ് പോലീസിനെ സംബന്ധിച്ച് ഇപ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. അങ്ങനെ ചിലർ മുന്നോട്ട് വരും, അങ്ങനെ ചില സൂചനകൾ അത് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ശ്രീലേഖ മിത്രയും രേവതിയും ഉൾപ്പെടെയുള്ള പല ആളുകളുടെയും അവരെ ഇതിനോടകം തന്നെ ബന്ധപ്പെടാൻ പോലീസ് ഈ പ്രത്യേക സംഘത്തിൽ നിന്ന് നീക്കം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അനുജ, സിനിമാ മേഖലയിൽ ലൈംഗിക ആരോപണം അതിൽ ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാരിന്റെ നീക്കം. അത് 7 അംഗ അന്വേഷണ സംഘത്തെ നിയോഗിച്ചുകൊണ്ടുള്ള സർക്കാർ തീരുമാനമാണ് ഇന്ന് വൈകിട്ട് പുറത്തു വന്നത്. ഇന്ന് രഞ്ജിത്തും സിദ്ദിഖും രാജിവെച്ച വാർത്താ ദിനം കൂടിയാണ്. ആ വാർത്തയിലേക്കാണ്, വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി. വില്ലന്മാർ വീഴുമ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെയുണ്ടായ വെളിപ്പെടുത്തലുകളെ തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തും ജനറൽ സെക്രട്ടറി സിദ്ദിഖും രാജിവെച്ചു. തനിക്കെതിരെ ഗൂഢാലോചന നടന്നുവെന്ന് രഞ്ജിത്ത് ആരോപിച്ചു. സർക്കാർ രഞ്ജിത്തിനോട് രാജി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ധാർമ്മികത മുൻനിർത്തിയാണ് അഭിനേതാക്കളുടെ സംഘടനയുടെ നേതൃനിരയിൽ നിന്ന് മാറി നിൽക്കുന്നതെന്ന് സിദ്ദിഖ് പ്രതികരിച്ചു.
സംവിധായകൻ രഞ്ജിത്ത് മോശമായി പെരുമാറിയെന്ന നടി ശ്രീലേഖ മിത്രയുടെ ആരോപണം വലിയ പ്രതിഷേധത്തിന് വഴിവെച്ചിരുന്നു. സംരക്ഷിക്കാനുള്ള സർക്കാർ ശ്രമം ഫലം കണ്ടില്ല. 2 ദിവസം നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്ന് രാവിലെ രഞ്ജിത്ത് രാജിക്കത്ത് കൈമാറി. ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തതു മുതൽ ഒരു സംഘം തനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് രഞ്ജിത്ത്. ഇത് കുറച്ചു കാലം എന്ന് വെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ എന്ന് ചലച്ചിത്ര അക്കാദമി സ്ഥാനം ഞാൻ ഏറ്റെടുത്തോ അന്ന് തൊട്ട് ഒരു സംഘം ആളുകൾ നടത്തിയ നാളുകളുടെ ശ്രമമാണ് ശ്രീലേഖ മിത്രയുടെ ആരോപണം എന്ന രൂപത്തിൽ പുറത്തേക്ക് വന്നത്. രഞ്ജിത്തിനെ പൂർണ്ണമായും തള്ളാതെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. അദ്ദേഹത്തോട് രാജിവെക്കണമെന്നല്ല, രാജിവെക്കണമെന്ന് അങ്ങോട്ട് ആവശ്യപ്പെടാതെ തന്നെ അത് ഇങ്ങോട്ട് പറഞ്ഞു. ഞാൻ രാജിവെക്കാൻ തയ്യാറാണ്, ഇപ്പം തന്നെ രാജിക്കത്ത് അയക്കുമെന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചില മാധ്യമങ്ങൾ വളച്ചൊടിച്ചത്. യുവനടി രേവതി സമ്പത്ത് കഴിഞ്ഞ ദിവസം 24-ലൂടെ നടത്തിയ വെളിപ്പെടുത്തലാണ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദീഖിനെ തെറിപ്പിച്ചത്. സിദ്ദീഖ് തന്നെ ഹീനമായി പീഡിപ്പിച്ചെന്നാണ് രേവതിയുടെ ആരോപണം. ധാർമ്മിക ഉത്തരവാദിത്തത്തിന്റെ പേരിൽ രാജിവെക്കുന്നുവെന്ന് സിദ്ദീഖ്. ഞാനതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് ഞാൻ സ്വമേധയാ രാജി ഇപ്പൊ രാവിലെ മോഹൻലാലിനെ അറിയിച്ചിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം അത്ര മാത്രമേ പറയുന്നുള്ളൂ. സിദ്ദീഖിനും രഞ്ജിത്തിനുമെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് വൈറ്റ്ല സ്വദേശി അനിൽകുമാർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. സിദ്ദീഖിനെതിരെ പോക്സോ വകുപ്പ് ചുമത്തണമെന്നാണ് ആവശ്യം. പോലീസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. 24 കൊച്ചി. പിടിച്ചു നിൽക്കാൻ പരമാവധി ശ്രമം നടത്തിയ ശേഷമാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് രാജിവെച്ച് ഒഴിയുന്നത്. 2 ദിവസം സർക്കാരിന്റെ സംരക്ഷണത്തിൽ പരമാവധി ന്യായീകരണങ്ങൾ നടത്തിയ ശേഷമാണ് നിരുപാധിക കീഴടങ്ങൽ. രഞ്ജിത്തിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യം ഇപ്പോഴും സർക്കാർ പരിഗണിച്ചിട്ടുമില്ല. പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന സിനിമയുടെ സെറ്റിൽ വെച്ച് തനിക്കുണ്ടായ ദുരനുഭവം നടി ശ്രീലേഖ മിത്ര വെളിപ്പെടുത്തിയത് 2 ദിവസം മുൻപ്. സംവിധായകനായ രഞ്ജിത്ത് തന്നെ ലൈംഗിക ഉദ്ദേശത്തോടെ സ്പർശിച്ചെന്ന ആരോപണം ആദ്യം പരിഹാസത്തോടെ തള്ളുകയായിരുന്നു ചെയർമാൻ ചെയ്തത്. ന്യായീകരണത്തിനുള്ള ശ്രമം നടത്തിയെങ്കിലും വിവാദം ആളിപ്പടർന്നു. അതിനിടയിൽ രഞ്ജിത്ത് മഹാപ്രതിഭ എന്ന തിലകം ചാർത്തി നൽകി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. പരാമർശം വിവാദമായതോടെ ആരോപണം തെളിഞ്ഞാൽ സംരക്ഷിക്കില്ലെന്ന പ്രതികരണം ഫേസ്ബുക്കിൽ പങ്കുവച്ചു. രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെടണമെന്ന് CPI സർക്കാരിന്മേൽ സമ്മർദ്ദം ചെലുത്തി. CPIM-ലെയും ചില നേതാക്കൾ രാജിയില്ലാതെ വഴിയില്ലെന്ന നിലപാടെടുത്തു. ഇന്നലെ തന്നെ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെട്ടെങ്കിലും മറ്റു പല ചർച്ചകളും രാജി വൈകിപ്പിച്ചു. വെറുമൊരു ആരോപണത്തിന്റെ പേരിൽ രഞ്ജിത്ത് രാജിവെച്ചാൽ പിന്നീട് അതൊരു കീഴ്വഴക്കമാകുമോ എന്ന ആശങ്കയുണ്ടായി. ഒടുവിൽ രാജി വേണമെന്ന് മുഖ്യമന്ത്രി ഉറച്ച നിലപാടെടുത്തു. ആരോപണങ്ങൾക്കൊടുവിൽ ഇന്ന് രാവിലെ ചലച്ചിത്ര അക്കാദമി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് ഒഴിഞ്ഞു. സർക്കാരിന്റെ സമ്മർദ്ദമല്ല, സ്വമേധയാണ് തീരുമാനമെന്ന് ന്യായീകരണം നിരത്തി. രഞ്ജിത്തിന്റെ രാജിയിൽ സന്തോഷമില്ലെന്ന് ആരോപണമുന്നയിച്ച നടി ശ്രീലേഖ മിത്ര 24-നോട് പറഞ്ഞു. I am not happy. I am a good soul at the end of the day. I don't want somebody to suffer. But yes, people should come to know. And this practice had been going on since the beginning of the patriarchal society, the advent of the patriarchal society. അവസാന നിമിഷം വരെ കടിച്ചു തൂങ്ങിക്കിടക്കാൻ രഞ്ജിത്ത് ശ്രമിച്ചതാണ് പ്രശ്നമായതെന്ന് സംവിധായകൻ ജോഷി ജോസഫ്. സത്യം എന്ന് പറയുന്നത് അൾട്ടിമേറ്റായിട്ട് ഒന്നേ ഉള്ളെങ്കിലും നമ്മളുണ്ടാക്കുന്ന ഉഡായ്പകൾ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുമ്പോൾ കുറേ സത്യങ്ങൾ പുറത്തു വരും. സിനിമയ്ക്ക് നമ്മൾ ഡയലോഗൊന്നും മാതിരിയല്ലല്ലോ. ജീവിതത്തിൽ ഒരു കാര്യം പറയുമ്പോൾ ബലം പിടിക്കാതെ നേരെ നമുക്കെല്ലാവർക്കും അബദ്ധം പറ്റാമല്ലോ. ഒരു സോറി പറഞ്ഞിരുന്നെങ്കിൽ തീരാവുന്ന കാര്യമുണ്ടായിരുന്നുള്ളൂ എന്നാണ് ഇന്നലെ പോലും വളരെ ഹൃദയവിശാലതയോടെ ശ്രീലേഖ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടത്. ഇനി രഞ്ജിത്തിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. അതിലും സർക്കാർ രഞ്ജിത്തിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോഴും എടുത്തിട്ടുള്ളത്. 24 തിരുവനന്തപുരം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെ സർക്കാർ കൈവിട്ടത് സമ്മർദ്ദം താങ്ങാനാകാതെ രഞ്ജിത്തിന്റെ രാജി ആവശ്യപ്പെടണമെന്ന മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ അഭിപ്രായം ശക്തമായതോടെ സർക്കാർ രാജി ആവശ്യം സജീവമാക്കി. അതിനിടെ വേട്ടക്കാരെ സംരക്ഷിക്കുന്ന സമീപനം ചൂണ്ടിക്കാട്ടി മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി. രഞ്ജിത്തിനെ പുകഴ്ത്തിയ സജി ചെറിയാന്റെ നിലപാടിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തിയുണ്ട്. ശ്രീലേഖ മിത്ര പരാതിയുമായി എത്തിയാൽ രാജി ആവശ്യപ്പെടാമെന്നായിരുന്നു വെളിപ്പെടുത്തലിന് പിന്നാലെയുള്ള സർക്കാർ തീരുമാനം. എന്നാൽ ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് സർക്കാർ മാറി ചിന്തിച്ചു. സമ്മർദ്ദമേറിയപ്പോൾ ഒടുവിൽ മുഖ്യമന്ത്രിക്ക് തന്നെ വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു. ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് തുടരുന്നത് അനുചിതമെന്ന് മുന്നണിക്കുള്ളിൽ ശക്തമായ അഭിപ്രായമുയർന്നതോടെ രാജിയിലേക്ക് നീങ്ങുകയായിരുന്നു. സർക്കാരിന് ആരെയും സംരക്ഷിക്കേണ്ട കാര്യമില്ലെന്ന് പി രാജീവ്. ഗവൺമെന്റിന് ഇപ്പൊ ഇതിൽ ആരെയും സംരക്ഷിക്കേണ്ട കാര്യം ഗവൺമെന്റിനില്ലല്ലോ. അമ്മ സംഘടന അല്ലെങ്കിൽ AMMA അതിന്റെ ഭാരവാഹികളൊക്കെ ഏത് പാർട്ടിയിലാണ് ചേർന്നേക്കണേ? ഞങ്ങൾക്ക് എന്തിനാ ആരെങ്കിലും സംരക്ഷിക്കേണ്ട ആവശ്യം?
ആരോപണത്തിന് പിന്നാലെ രഞ്ജിത്തിനെ അതുല്യ പ്രതിഭ എന്ന് വിശേഷിപ്പിച്ച സജി ചെറിയാന്റെ സമീപനത്തിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തിയുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെ വിമർശിച്ച് CPIയും രംഗത്തെത്തി. അവരിപ്പോൾ റിപ്പോർട്ട് കൊടുത്തിട്ട് വർഷങ്ങളായി. ആ കിട്ടിയ റിപ്പോർട്ട് യഥാസമയം പുറത്ത് പറയാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ഒരു സംശയം ജനങ്ങളിൽ ഇപ്പോൾ വർദ്ധിച്ചു വരികയാണ്. രഞ്ജിത്തിന്റെയും സിദ്ദീഖിന്റെയും രാജിയിൽ എല്ലാം അവസാനിക്കുമെന്ന് സർക്കാർ കരുതരുതെന്ന് പ്രതിപക്ഷ നേതാവ്. പ്രധാനപ്പെട്ട രാജികൾ സർക്കാരിന് താൽക്കാലിക ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും നിയമ നടപടികളിലെ തുടർ നീക്കങ്ങൾ നിർണായകമാകും. ഷഫീദ് റാവുത്തർ, 24 തിരുവനന്തപുരം. 24 എൻകൗണ്ടർ പ്രൈമിൽ യുവനടി രേവതി സമ്പത്തിന്റെ ഗുരുതര വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെയാണ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം നടൻ സിദ്ദിഖ് രാജിവെച്ചത്. സിദ്ദിഖിന്റെ രാജി ആവശ്യപ്പെട്ട നടൻ അനൂപ് ചന്ദ്രൻ അമ്മ നേതൃത്വത്തെ സമീപിച്ചിരുന്നു. സിനിമയിലെ പവർ ഗ്രൂപ്പ്, ലൈംഗിക ചൂഷണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പഠിച്ച് ഫെഫ്ക മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും. നടൻ സിദ്ദിഖ് ഹീനമായി പീഡിപ്പിച്ചെന്ന രേവതി സമ്പത്തിന്റെ വെളിപ്പെടുത്തൽ അമ്മയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്നലെ സജീവ ചർച്ചയായി. സിദ്ദിഖിന്റെ മറുപടി ആവശ്യപ്പെട്ട് പലരും രംഗത്തെത്തി. സിദ്ദിഖ് മിണ്ടിയില്ല. രാത്രി വൈകി പ്രസിഡന്റ് മോഹൻലാലുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് രാജി തീരുമാനത്തിലേക്ക് എത്തിയത്. പുലർച്ചെ തന്നെ ഔദ്യോഗിക രാജിക്കത്ത് പ്രസിഡന്റിന് ഇമെയിലായി നൽകി. രാജിവെക്കുകയല്ല, ഇറക്കിവിടുകയാണ് വേണ്ടിയിരുന്നതെന്ന് രേവതി സമ്പത്തിന്റെ പ്രതികരണം. അയാളെന്നല്ല, അയാളെ പോലെ ഏതൊരു മനുഷ്യനും ഡിസേർവ് ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇറ്റ്സ് ടു ലേറ്റ്. ഇതിനൊക്കെ മുമ്പേ ഇറക്കി വിടേണ്ട കാര്യമാണ്. ഇന്നലെ തന്നെ സിദ്ദിഖിന്റെ രാജി ആവശ്യപ്പെട്ട നടൻ അനൂപ് ചന്ദ്രൻ അമ്മ നേതൃത്വത്തെ സമീപിച്ചിരുന്നു. അദ്ദേഹം സ്വയം രാജിവെച്ച അല്ലെന്നുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അദ്ദേഹത്തിന്റെ നടപടിയെടുത്തുകൊണ്ട് ജനറൽ ബോഡിയുടെ അംഗീകാരം നേടുക. ഈ രണ്ട് കാര്യങ്ങളിലെങ്കിലും ഒരു കാര്യം സംഭവിക്കണം. അത് മലയാള സമൂഹത്തോട് നമ്മൾ ചെയ്യുന്ന ഒരു നല്ല കാര്യമാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് അദ്ദേഹത്തിന് തിരിഞ്ഞിരുന്നു. അതിന്റെ തൊട്ടുപുറകെ രാജി വന്നതിൽ ഞാൻ വളരെയേറെ സന്തോഷിക്കുന്നു. തുടർ നീക്കങ്ങൾ ആലോചിക്കാനും പ്രതിസന്ധി ചർച്ച ചെയ്യാനും അമ്മ എക്സിക്യൂട്ടീവ് യോഗം ചൊവ്വാഴ്ച ചേരും. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന പവർ ഗ്രൂപ്പ്, ലൈംഗിക ചൂഷണം എന്നിവയെക്കുറിച്ച് അന്വേഷണം വേണമെന്ന് സിനിമാ പ്രവർത്തകരുടെ സംഘടനയായ ഫെഫ്ക ആവശ്യപ്പെട്ടു. വിഷയം സമഗ്രമായി ചർച്ച ചെയ്യാൻ 31 മുതൽ 3 ദിവസം ഫെഫ്ക യോഗം ചേരും. പഠന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറാനും ഫെഫ്ക തീരുമാനിച്ചു. 24 കൊച്ചി. ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തും അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് സിദ്ദിഖും രാജിവെച്ചതിന് പിന്നാലെ പ്രതികരണങ്ങളുമായി അഭിനേതാക്കളും സാമൂഹ്യ പ്രവർത്തകരും രംഗത്ത്. രാജി അനിവാര്യത എന്നായിരുന്നു ഷമ്മി തിലകന്റെ പ്രതികരണം. രഞ്ജിത്തിന്റെയും സിദ്ദിഖിന്റെയും രാജി പുതിയ മാറ്റത്തിന്റെ ഭാഗമെന്ന് നടിയും WCC അംഗവുമായ ജോളി ചിറയത്ത് പറഞ്ഞു. നടി ശ്രീലേഖ മിത്രയുടെ ആരോപണത്തെ തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്തുനിന്ന് രഞ്ജിത്തും രേവതി സമ്പത്തിന്റെ ലൈംഗികാരോപണത്തെ തുടർന്ന് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ദിഖും രാജിവെച്ചത് ഒരേ ദിവസം. രാജിക്ക് പിന്നാലെ ചലച്ചിത്ര പ്രവർത്തകരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും പ്രതികരണവുമെത്തി. രാജി അനിവാര്യതയെന്ന നടൻ ഷമ്മി തിലകൻ. ഇക്കാര്യത്തിലെങ്കിലും ധാർമ്മികത ഉണ്ട് എന്നുള്ളതിന്റെ തെളിവല്ലേ അത്? എല്ലാത്തിനും ഒരു സമയമില്ലേ ദാസ എന്ന് പറയുന്ന പോലെ അതിനകത്ത് പറയാനുള്ളൂ. സമയത്ത് പുള്ളി കൃത്യമായിട്ട് അത് ചെയ്തു എന്നുള്ളതിൽ സന്തോഷമുള്ളത്, അത് സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. രാജി തീരുമാനം അമ്മ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല സ്വാഗതം ചെയ്തു. അടിയന്തരമായിട്ട് ഞങ്ങളിപ്പം എക്സിക്യൂട്ടീവ് കൂടിയിട്ട് ലാലേട്ടൻ പ്രസിഡന്റ്, അദ്ദേഹം ഏതോ ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അദ്ദേഹം അതിനോട് രാവിലെ സംസാരിച്ചിരുന്നു. അദ്ദേഹം ഹോസ്പിറ്റലിലാണ് ഉള്ളത്. അപ്പൊ അദ്ദേഹം പ്രതികരിക്കും. പുതിയ ഒരാളെ താൽക്കാലിക ചുമതല ഏൽപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പൊ ആലോചിക്കുന്നത്. അദ്ദേഹം അനൗൺസ് ചെയ്യും. മലയാള സിനിമയിൽ മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് സംവിധായകൻ വിനയനും പ്രതികരിച്ചു. വലിയ പൊസിഷനിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഉള്ള ആരോപണങ്ങൾ വരുമ്പം, ഇപ്പം സിദ്ദീഖിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം രാജിവെച്ചത് നന്നായി പോയി. അദ്ദേഹം അത് ചെയ്യേണ്ടതായിരുന്നു. രഞ്ജിത്തിന്റെ ഒരു കാര്യത്തിലൂടെ വരുമ്പോൾ ഞാൻ പറയുന്ന രാജി അനിവാര്യതയാണെന്ന് ഒരു വാക്കുകൂടെ ഞാൻ ചേർക്കും. രഞ്ജിത്തിന്റെയും സിദ്ദിഖിന്റെയും രാജി പുതിയ മാറ്റത്തിന്റെ ഭാഗമെന്ന് നടിയും WCC അംഗവുമായ ജോളി ചിറയത്ത്. നടന്നത് കുറ്റകൃത്യമാണെന്നും ശക്തമായ അന്വേഷണം വേണമെന്നും ജോളി ചിറയത്ത് 24നോട് പറഞ്ഞു. അങ്ങനെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു മനുഷ്യൻ പറയാൻ പാടില്ലാത്ത വിധത്തിൽ ഡെലിഗേറ്റ്സിനെ പോലും അപമാനിക്കുന്ന കുറേ ഇൻസിഡൻസ് ഒക്കെ നേരത്തെ ഉണ്ടായി. അപ്പോൾ പോലും മന്ത്രിതലത്തിൽ സാംസ്കാരിക വകുപ്പ് മന്ത്രി തന്നെ ഇദ്ദേഹത്തെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനൊരു മാറ്റം ഉണ്ടാവുന്നു. ഈ സൊസൈറ്റിയുടെ ഒരു ഇടപെടൽ ഗംഭീരമാണ് ഇക്കാര്യത്തിൽ. അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരെ ഉയർന്ന ആരോപണത്തിൽ ഫാദർ അഗസ്റ്റിൻ വട്ടോളി സർക്കാരിനെ വിമർശിച്ചു. ആരോപണം ഉയർന്നിട്ടും ഉടനടി നടപടിയെടുത്തില്ലെന്നായിരുന്നു വിമർശനം. സർക്കാരിന് കളങ്കം ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ സ്ത്രീ തുറന്നു പറഞ്ഞിട്ട് ആദ്യത്തെ നിമിഷത്തിൽ തന്നെ രാജിവെക്കണമായി. സ്വന്തം പാർട്ടിയുടെ വിഭാഗത്തിൽ തന്നെ അതിശക്തമായ രോഷം നേരിടുമ്പോൾ പിന്നെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പിടിച്ചു നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ രാജിവെക്കുക. സിദ്ദിഖിന്റെ രാജിയിൽ പ്രതികരിക്കാനില്ലെന്ന് നടനും MLA യുമായ M മുകേഷ് പറഞ്ഞു.
വിഷയത്തിൽ അമ്മ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വിശദീകരണം നൽകുമെന്നും മുകേഷ്. ഒന്നും പറയാനില്ല, അതൊക്കെ അമ്മയുടെ ഭാരവാഹികൾ പറയും. മറ്റന്നാൾ അവർ എക്സിക്യൂട്ടീവ് മീറ്റിംഗ് കൂടുന്നുണ്ടെന്ന് പറഞ്ഞു, ജഗദീഷ് തന്നെ പറഞ്ഞു. അതിനുശേഷം അവർ പറയട്ടെ. ഞാൻ വെറും ഒരു മെമ്പറാണ്, എനിക്ക് പറയാനുള്ള അവകാശവും അധികാരവും ഇല്ല. സിദ്ദിഖിന്റെ രാജിയിൽ തൽക്കാലം പ്രതികരിക്കാനില്ലെന്ന് ജഗദീഷും നിലപാടെടുത്തു. ചൊവ്വാഴ്ചത്തെ താരസംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിന് ശേഷം പ്രതികരണമുണ്ടാകും. സംഘടനയുടെ പ്രസക്തി നഷ്ടമായെന്നും അനിവാര്യമായത് സംഭവിക്കുന്നുവെന്നും സംവിധായകൻ ആഷിഖ് അബു പ്രതികരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ലൈംഗികാരോപണങ്ങളിൽ കേസ് എടുക്കണോ എന്ന് പറയേണ്ടത് സർക്കാരാണെന്ന് രഞ്ജി പണിക്കർ. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ചത് സമ്മർദ്ദം കൊണ്ടാണെന്ന് കരുതുന്നില്ലെന്നും രഞ്ജി പണിക്കർ പ്രതികരിച്ചു. ആരോപണമെല്ലാം തെളിയിച്ച് സിദ്ദിഖ് തിരിച്ചു വരുമെന്ന് ധർമ്മജൻ ബോൾഗാട്ടി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പേജുകൾ ഒഴിവാക്കിയതിനെക്കുറിച്ച് കോടതിയിൽ സർക്കാർ പറയുമെന്ന് മന്ത്രി വീണ ജോർജ്. ചില വെളിപ്പെടുത്തലുകൾ വരുമ്പോൾ ചിലർക്ക് രാജിവെക്കേണ്ടി വരുമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. അതിന് ഉത്തരം പറയേണ്ടത് സർക്കാരല്ലേ? നമുക്ക് അത്തരം അധികാരങ്ങളൊന്നുമില്ലല്ലോ. ഇത്തരം കാര്യങ്ങൾ, അതായത് ഇത്തരം വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് നിയമപരമായ നടപടികൾക്കാണ് സാധ്യതയുള്ളത് എന്ന് പരിശോധിക്കാനുള്ള ഭരണകൂടം ഇവിടെയുണ്ട്, നീതിന്യായ സംവിധാനങ്ങളുണ്ട്. അത് അതിൻ്റേതായ നിലയ്ക്ക് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. രഞ്ജിത്ത് സാറ് എൻ്റെ രാഷ്ട്രീയത്തിന് എതിർ രാഷ്ട്രീയമുള്ള ഒരാളാണ്. ഞാൻ വേറെ രാഷ്ട്രീയമാണ്, പുള്ളി വേറെ രാഷ്ട്രീയമാണ്. പക്ഷേ പുള്ളി ഈ ചെയ്തത് ഈ സിദ്ദിഖ് ചെയ്ത പോലെ നല്ല കാര്യമാണ് ചെയ്തത്. മാറി നിന്നിട്ട് അന്വേഷണം ആകട്ടെ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതെങ്ങനെ വരും എന്നുള്ളത് പിന്നെ കാണാം. തെറ്റ് ചെയ്യുന്ന ഒരാളെ പോലും സർക്കാർ സംരക്ഷിക്കില്ല, അതിൽ ഒരു സംശയവും വേണ്ട. ആരാണെങ്കിലും തെറ്റ് ചെയ്യുന്നവരെ സർക്കാർ സംരക്ഷിക്കില്ല. ഇനി ഇതുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത്, അതിൽ നിയമ നടപടികൾ ആ തലത്തിൽ എങ്ങനെയാണ് എന്നുള്ളത് അത് സ്വീകരിക്കേണ്ടത് സർക്കാർ സ്വീകരിക്കുകയും ചെയ്യും. അതിലൊരു സംശയവും ഇല്ല. ചില കാര്യങ്ങളുണ്ടാവും, ചില ആൾ വെളിപ്പെടുത്തട്ടെ. അപ്പോൾ ചില ആൾക്ക് രാജിവെക്കേണ്ടി വരും, രാജിവെക്കും. രഞ്ജിത്ത് രാജിവെച്ചിട്ടുണ്ട്, തെളിയിക്കുമെന്ന് പറഞ്ഞിട്ട് നോക്കാം. സിദ്ദിഖ് രാജിവെച്ചിട്ടുണ്ട്. ആ കുട്ടി പറയുന്നത് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ കേട്ടു, പണ്ടേ പുറത്താക്കേണ്ടതായിരുന്നു എന്നാണ്. ലൈംഗികാരോപണങ്ങളിൽ അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് രാജിവെച്ചതിന് പിന്നാലെ മറ്റ് നടന്മാർക്കെതിരെയുള്ള ആരോപണങ്ങളും പുറത്തുവരുന്നു. 2018 അലൻസിയറിനെതിരെ അമ്മയ്ക്ക് നൽകിയ പരാതിയിൽ നടപടിയെടുത്തില്ലെന്ന് നടി ദിവ്യ ഗോപിനാഥ് തുറന്നടിച്ചു. നടൻ റിയാസ് ഖാൻ മോശമായി പെരുമാറിയെന്ന് നടി രേവതി സമ്പത്തും പറഞ്ഞു. സിനിമാ മേഖലയിലെ സ്ത്രീവിരുദ്ധതയെക്കുറിച്ച് അറിഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെയാണെന്നാണ് അമ്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. തൊട്ടുപിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറിയായ സിദ്ദിഖിന് തന്നെ നടിയുടെ ലൈംഗികാരോപണത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്നു. ഇതിന് പിന്നാലെയാണ് അലൻസിയറിനെതിരെ നേരത്തെ അമ്മയ്ക്ക് നൽകിയ പരാതിയിൽ നടപടിയുണ്ടായില്ലെന്ന് നടി ദിവ്യ ഗോപിനാഥ് തുറന്നടിച്ചത്. പരാതി സ്വീകരിച്ചതായി അറിയിപ്പ് പോലും ലഭിച്ചില്ല. പരാതിക്കാരിയായ താൻ ഇപ്പോൾ സിനിമയ്ക്ക് പുറത്തും ആരോപണ വിധേയനായ അലൻസിയർ സിനിമയിൽ സജീവമാണെന്നും ദിവ്യ. ഇത്രയും ആർട്ടിസ്റ്റുകളുടെ അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ അവരുടെ ആർട്ടിസ്റ്റ് ചെയ്തൊരു പ്രോബ്ലത്തിന് അവരെ വാൺ ചെയ്തിരുന്നെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും നടപടി അതിന് കണ്ടിരുന്നെങ്കിലോ സ്റ്റേറ്റ് അവാർഡ് പോലുള്ള ഒരു വലിയ പ്രസ്റ്റീജിയസ് അവാർഡ് വാങ്ങി അയാള് അതിനെയും കൂടെ സ്ത്രീകളുടെ ബോഡിയെ ഉപമിച്ചുകൊണ്ട് ഒരു കമന്റ് ചെയ്ത് വീണ്ടും അയാൾ തൊഴിലെടുത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. നടൻ റിയാസ് ഖാനെതിരെ നടി രേവതി സമ്പത്ത് രംഗത്തെത്തി. ഫോണിൽ അശ്ലീല ചുവയോടെ സംസാരിച്ചു. സഹകരിക്കുന്ന കൂട്ടുകാരികളുണ്ടെങ്കിൽ പരിചയപ്പെടുത്താൻ റിയാസ് ഖാൻ ആവശ്യപ്പെട്ടെന്നും രേവതി. ഈ അടിച്ചു കയറി വാന്ന് പറയുന്ന ഒരു ഡയലോഗ് ഇവിടെ ഫേമസ് ആയ ഒരു ആക്ടറുണ്ട്. ആ ആക്ടർ ഇതുപോലെ ഞാൻ ഇന്നലെ ന്യൂസിൽ പറഞ്ഞതുപോലെ തന്നെ മിസ്റ്റർ റിയാസ് ഖാൻ, അപ്പോൾ അയാൾ ഇതുപോലെ എന്താണ് അയാൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയാൻ പോലും പറ്റത്തില്ല. അങ്ങനത്തെ രീതിയിൽ അന്നും ഞാൻ ഷോക്ക്ഡാണ്. ചലച്ചിത്ര പ്രവർത്തക സോണിയ മൽഹാർ, നടി ഉഷ ഹസീന തുടങ്ങിയവരും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ മോശം അനുഭവങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു. ന്യൂസ് ഡെസ്ക് 24. അധികാരത്തിന് മുന്നിൽ നിയമം മുട്ടുവളയ്ക്കുമെന്ന നടൻ M മുകേഷിനെതിരെ 2018 മീറ്റു ആരോപണം ഉന്നയിച്ച കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചർച്ചകൾ നടക്കുന്ന സാഹചര്യത്തിലാണ് സമൂഹമാധ്യമത്തിലെ പ്രതികരണം. ആരോപണം രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് MLA കൂടിയായ മുകേഷ് പ്രതികരിച്ചു. മുകേഷിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും മാർച്ച് നടത്തി.
കോടീശ്വരൻ പരിപാടിയിൽ പ്രവർത്തിക്കുന്നതിനിടെ മുകേഷ് നിരന്തരം മുറിയിലേക്ക് വിളിച്ചെന്നും അടുത്ത ഷെഡ്യൂളിൽ തന്റെ മുറി മുകേഷിന്റെ മുറിക്ക് സമീപത്താക്കിയെന്നുമാണ് കാസ്റ്റിംഗ് ഡയറക്ടർ ടെസ് ജോസഫ് 2018 ആരോപിച്ചത്. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇന്ന് ടെസ് സമൂഹമാധ്യമത്തിലൂടെ നടത്തിയ പ്രതികരണമാണ് പഴയ വെളിപ്പെടുത്തൽ വീണ്ടും ചർച്ചയാക്കിയത്. നിയമങ്ങൾ അധികാരമുള്ളവർക്ക് മുന്നിൽ മുട്ടുവളയ്ക്കുമ്പോൾ നീതി പ്രതീക്ഷിക്കണോ എന്ന് ടെസ് ജോസഫിന്റെ ചോദ്യം. ആരോപണം പൂർണ്ണമായി തള്ളുകയാണ് മുകേഷ്. യുവതിയെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ലെന്നാണ് പ്രതികരണം. 6 കൊല്ലം മുമ്പ് 2018 പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. ഫോൺ വിളിച്ചു രാത്രിയിൽ പല പ്രാവശ്യം. ഒരു പ്രാവശ്യം പോലും ഞാൻ എടുത്തില്ല. എടുക്കാതെ ഞാനാണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയും? അന്നെന്താ അവര് പറഞ്ഞത്? ഇതേ കണക്കുള്ള ഞാൻ എൻ്റെ ഒരു ഫേസ്ബുക്കിനകത്ത് എൻ്റെ ഒരു ഓർമ്മ എഴുതി. അതല്ലാതെ ഇതിനകത്ത് പൊളിറ്റിസൈസ് ചെയ്യാനോ മറ്റൊന്നൊന്നും എനിക്ക് ഒരു ഉദ്ദേശമില്ലെന്ന് പറഞ്ഞിട്ട് ഇവര് പല ആൾക്കാരും കാശ് കൊടുക്കാൻ വരെ തീരുമാനിച്ചു എന്നൊക്കെയാണ് അന്ന് ഞാൻ കേട്ടത്. എനിക്ക് അതിനകത്ത് വേറെ യാതൊന്നും പറയാനില്ല. രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ സംഘടനകൾ മുകേഷിന്റെ വസതിയിലേക്ക് മാർച്ച് നടത്തി. മുകേഷിനും വീടിനും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. 24 കൊച്ചി. ചലച്ചിത്ര മേഖലയിലെ ലൈംഗികാതിക്രമങ്ങൾ തുറന്നു പറയാൻ നടിമാർ മുന്നോട്ട് വരുന്നത് സ്വാഗതാർഹമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് വിശ്വാസത്തിലെടുക്കുന്നു. തനിക്ക് പരാതി ലഭിച്ചാൽ ഭരണഘടനാപരമായ അധികാരം ഉപയോഗിച്ച് പറ്റുന്നതെല്ലാം ചെയ്യുമെന്നും ഗവർണർ പറഞ്ഞു. If they are gathering courage, they are coming forward, then you should welcome. The Chief Minister is on record. He had said that if they come with specific complaints, the process will be set in motion. He has already said it. I'm not saying anything because I do not deal with this subject, but I would like to trust what Chief Minister has said, that if the victims come forward and they file a complaint against those perpetrators, then the process of law will be set in motion. രാജ്ഭവനിലെ മുൻ ജീവനക്കാരന്റെ സിനിമയിൽ അഭിനയിച്ചതിന് പ്രതിഫലം ലഭിച്ചില്ലെന്ന നടി സോണിയ മൽഹാറിന്റെ ആരോപണത്തോട് പ്രതികരിച്ച് ഗവർണർ ഏത് വിഭാഗത്തിലാണ് ഇയാൾ ജോലിയെടുത്തിരുന്നതെന്ന് അറിയില്ല. രാജ്ഭവനിലെ ജീവനക്കാരനെതിരായ ആരോപണം ഖേദകരമെന്നും ഗവർണർ പറഞ്ഞു. That a former employee of the Raj Bhavan, against him also some complaint has been made. I do not know this man. And as you are aware, the Raj Bhavan staff since last many decades, I do not know, but I feel all the more ashamed that somebody who was working there, against him also some complaint has been made. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൂടുതൽ പ്രതികരണങ്ങൾക്കില്ലെന്ന് മന്ത്രി കെ.പി. ഗണേഷ് കുമാർ. തനിക്ക് പറയാനുള്ളത് റിപ്പോർട്ട് വന്നപ്പോൾ പറഞ്ഞതാണ്. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രിയും പ്രതികരിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർ തന്നെ വേട്ടയാടുകയാണെന്നും മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞു. ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രിയാണ്. ഞാനിവിടെ വന്നത് ചട്ടമ്പിസ്വാമി തിരുവടികളുടെ 171 ജന്മദിനത്തിൽ പങ്കെടുക്കാനാണ്. എൻ്റെ പുറകെ നിങ്ങളാണ്. ഞാൻ ആദ്യത്തെ ദിവസം ഈ കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അതാണ്. വന്ന സമയം മുതൽ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്കെല്ലാം അഭിപ്രായം പറഞ്ഞു. ഈ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് കേരളത്തിൻ്റെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ തരുന്നുണ്ട്. ഞാൻ ട്രാൻസ്പോർട്ടിൻ്റെ മന്ത്രിയാണ്. കഴിഞ്ഞ 23 വർഷമായി നിങ്ങളും നിങ്ങളുടെ മുൻഗാമികളും എന്നെ വേട്ടയാടെയാണ്. എന്നെ വിട്ടേക്കും. എന്നിൽ ഔഷധ മൂല്യമില്ല. എൻ്റെ പുറകെ നടക്കണ്ട. ഞാൻ ഇതിനെപ്പറ്റി അഭിപ്രായം പറയത്തില്ല. നല്ലതും പറയില്ല, ചീത്തയും പറയില്ല. അത് ശരിയല്ല. ഇതിനകത്ത് ചോദ്യങ്ങൾ വേണ്ട. ഞാൻ പറയാനുള്ള പറഞ്ഞു. ഒരാളെ ഉപദ്രവിക്കുന്നതിൻ്റെ മര്യാദയുണ്ട്. ഉപദ്രവിക്കുക. എന്നെ ഒരുപാട് 23 വർഷം ഉപദ്രവിച്ചു. ഇനി വിട്ടേക്കാം. ഞാൻ ഒരു കാര്യത്തിനും വരുന്നില്ലല്ലോ. ഒരു പത്രസമ്മേളനം വിളിക്കുന്നില്ല, ആരെയും കാണുന്നില്ല, ഒന്നുമില്ല. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ സർക്കാരിൻ്റെ നയം സാംസ്കാരിക വകുപ്പ് മന്ത്രി പറഞ്ഞു. അതിലുപരിയായി ബഹുമാനായ മുഖ്യമന്ത്രി വളരെ വ്യക്തമായി കാര്യത്തിൽ നിയമത്തിൻ്റെ വഴിയിൽ പോകുമെന്ന് തന്നെയാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ മുന്നോട്ടുള്ള പോകുക. ആരെയും സഹായിക്കാനൊന്നും ഞങ്ങൾ മുന്നോട്ട് വരത്തില്ല. സർക്കാരിൻ്റെ നിലപാട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ എന്നോട് അഭിപ്രായം ചോദിക്കാതെ എനിക്ക് അഭിപ്രായം പറയാനില്ല.
ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ചർച്ച സജീവമാകുമ്പോൾ പോരാട്ടത്തിന്റെ നാൾവഴികൾ ഓർമ്മിപ്പിച്ച് വിമൻ ഇൻ സിനിമ കളക്റ്റീവ് അംഗങ്ങളും സഹയാത്രികരും. ഒരു സ്ത്രീയുടെ പോരാടാനുള്ള ഉറച്ച തീരുമാനമാണ് എല്ലാറ്റിന്റെയും തുടക്കമെന്ന് മഞ്ജു വാര്യർ. ഗീതു മോഹൻദാസും ഇതേ കാര്യം ഓർമ്മിപ്പിച്ചു. ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള അവകാശം ആരുടെയും ഔദാര്യമല്ലെന്ന ഗ്രാൻഷിയുടെ ഉദ്ധരണി പങ്കുവച്ചുകൊണ്ടാണ് രമ്യ നമ്പീശൻ പ്രതികരിച്ചത്. ആർക്കെങ്കിലും എതിരെ അനീതിയുണ്ടായാൽ അത് ആഴത്തിൽ മനസ്സിലാക്കാൻ കഴിയണമെന്ന ചെഗ്വേരയുടെ വാക്യങ്ങൾ ഭാവനയും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട സ്പോർട്സ് വാർത്തയിലേക്കാണ് ഇനി. ISL 11ാം സീസണ് സെപ്റ്റംബർ 13 തുടക്കമാകും. ഉദ്ഘാടന മത്സരത്തിൽ മുംബൈ സിറ്റിയും മോഹൻ ബഗാനും ഏറ്റുമുട്ടും. തിരുവോണ ദിവസമായ സെപ്റ്റംബർ 15 കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം. അനിൽ വാസുദേവ് വിവരങ്ങളുമായി. അനിൽ, മറ്റൊരു ഫുട്ബോൾ മാമാങ്ക കാലത്തിനു കൂടി തുടക്കമാവുകയാണ്. അപ്പോൾ തിരുവോണ ദിവസമാണ്. എവിടെ വെച്ചാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം? കൊച്ചി തന്നെയാണോ? കൊച്ചിയിൽ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം. പതിവിൽ നിന്ന് വ്യത്യസ്തമായി കേരള ബ്ലാസ്റ്റേഴ്സ് ഇല്ലാത്ത ഒരു ഉദ്ഘാടന മത്സരം എന്നതാണ് ഈ ഫിക്സ്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 2016 ശേഷം നടന്ന എല്ലാ സീസണുകളിലും ഉദ്ഘാടന മത്സരത്തിൽ ഒരു വശത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ഉണ്ടാകും, അല്ലെങ്കിൽ കൊച്ചിയിൽ വെച്ചായിരിക്കും മത്സരങ്ങൾ നടക്കുന്ന പതിവുണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ അതിന് വിപരീതമായി ഇത്തവണ കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് ഉദ്ഘാടന മത്സരം. മുംബൈ സിറ്റിയും മോഹൻ ബഗാൻ സൂപ്പർ ജയന്റും തമ്മിലാണ് ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുക. കഴിഞ്ഞ തവണത്തെ ഫൈനലിസ്റ്റുകളാണ് ഈ ടീമുകൾ. അതുകൊണ്ട് ഒരു വമ്പൻ 2 ടീമുകൾ തമ്മിലുള്ള ഉദ്ഘാടന മത്സരം തന്നെ ആരാധകർക്ക് കാണാനാവും. ഒരു വമ്പൻ പോരാട്ടത്തിനോട് തന്നെയാണ് ഇത്തവണത്തെ സീസണിൻ്റെ കിക്ക് ഓഫ്. കേരള ആരാധകർക്ക്, അല്ലെങ്കിൽ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് ഒരു ഓണ സമ്മാനം എന്ന തരത്തിലുള്ള ഒരു മത്സരമാണ് കാണാൻ സാധിക്കുക. തിരുവോണ നാളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം. പഞ്ചാബ് FC-ക്കെതിരെയാണ് മത്സരം. സെപ്റ്റംബർ 15 കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരം. ഇത്തവണ 12 ടീമുകളിൽ നിന്ന് 13 ടീമുകളായി എന്നൊരു പ്രത്യേകതയും കൂടിയുണ്ട്. മുഹമ്മദൻസ് ആണ് ഇത്തവണ പുതുതായി വന്ന ഒരു ടീമും. എന്തായാലും ISL 11ാം സീസൺ അങ്ങനെ തുടക്കമാവാൻ ഇരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി. ടീമുകളൊക്കെ തന്നെ അതിൻ്റെ സൈനിങ്ങും അടക്കങ്ങളും പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും കഴിഞ്ഞ തവണത്തെ ഒരു 10ാം സീസൺ ഒരു ഗംഭീര സീസണായിരുന്നു. അതിനുശേഷം വരുന്ന ഒരു സീസൺ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ആവുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ISL 11ാം സീസൺ അടുത്ത മാസം 13 തുടക്കമാകും. തിരുവോണ ദിവസമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ മത്സരം. കടബാധ്യത മൂലം വീട്ടുകാരെ അഭിമുഖീകരിക്കാൻ കഴിയാതെ തളർന്ന പ്രവാസിയെ ചേർത്ത് നിർത്തി 24. ഖത്തറിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം വീട്ടിൽ പോകാതെ റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ ചെർപ്പുളശ്ശേരി സ്വദേശി അനിൽകുമാർ ഒടുവിൽ 24 തിരുവനന്തപുരം റീജിയണൽ ഓഫീസിൽ അഭയം തേടുകയായിരുന്നു. ഖത്തറിൽ ജോലി ചെയ്ത സ്ഥാപനം വേതനം നൽകാതെ പറ്റിച്ചെന്ന് അനിൽകുമാർ പറഞ്ഞു. പ്രവാസിയായ അനിൽകുമാർ 24 ഓഫീസിലേക്ക് രാവിലെ എത്തിയത് താൻ സാമ്പത്തിക ചൂഷണത്തിന് ഇരയായി എന്നറിയിക്കാനായിരുന്നു. സംസാരിച്ചപ്പോൾ അനിൽകുമാറിൻ്റെ ഉള്ളിലൊരു അഗ്നിപർവ്വതം. 4 ദിവസം മുൻപ് ഖത്തറിൽ നിന്നും തിരുവനന്തപുരത്തെത്തിയെങ്കിലും വീട്ടുകാരെ അഭിമുഖീകരിക്കാൻ കഴിയാതെ റെയിൽവേ സ്റ്റേഷനിൽ അന്തിയുറങ്ങി. അവസാനമായി വീട്ടിലേക്ക് വിളിച്ചത് ഓഗസ്റ്റ് 8. ഖത്തറിൽ നിന്ന് ഈ മാസം 21 നാട്ടിലെത്തിയെന്നറിഞ്ഞ വീട്ടുകാർ അനിൽകുമാറിനെ കാണാനില്ലെന്ന് പോലീസിൽ പരാതി നൽകി. വീട്ടിലേക്ക് വിളിക്കാൻ ധൈര്യം പകർന്ന് 24 സംഘം. പിന്നീടുണ്ടായത് അതിവൈകാരിക രംഗങ്ങൾ. ഞങ്ങൾ അവിടേക്ക് പറയൂ. ചേച്ചി, ഇദ്ദേഹം 24 ന്യൂസിന്റെ ഓഫീസിലാണ് ഉള്ളത്. ഇവിടെ വീട്ടിൽ നിങ്ങളെ ആരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഖത്തറിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് തിരുവനന്തപുരത്തായി ഇപ്പോൾ ഉള്ളത്. അപ്പം തിരുവനന്തപുരത്തുണ്ട്. ആളുടെ കയ്യിലാണ് ഇപ്പൊ ഫോൺ ഉള്ളത്. അപ്പൊ ഞങ്ങൾ ഫോൺ കൊടുത്തതാ നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കാൻ. നാളുകളായി വീട്ടിലേക്ക്. 17 വർഷത്തിലധികമായി പ്രവാസ ജീവിതം നയിക്കുകയാണ് അനിൽകുമാർ. ഉള്ളതെല്ലാം പണയം വെച്ചും കടം വാങ്ങിയും ഖത്തറിൽ 5 വർഷങ്ങൾക്ക് മുൻപ് ഒരു സംരംഭത്തിന് തുടക്കം കുറിച്ചു. പക്ഷേ സാമ്പത്തിക ചൂഷണത്തിൽ ഉള്ളതെല്ലാം പോയി. പിന്നെ വിസർവ് എന്ന് പറഞ്ഞൊരു കമ്പനി 2022 ഓടിയതാണ്. അത് 41,000 റിയാൽ തരാം. അത് ₹1 തന്നിട്ടില്ല. വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സ്ഥലങ്ങളൊക്കെ പോയി. അനിൽകുമാറിനെ തേടി പാലക്കാട് നിന്ന് ബന്ധുക്കൾ തിരുവനന്തപുരത്ത് ഓഫീസിലേക്ക് യാത്ര തിരിച്ചു. ബന്ധുക്കളെത്തിയാൽ പോലീസിന്റെ സാന്നിധ്യത്തിൽ കൈമാറും. അതുവരെയും അനിൽകുമാർ 24ന്റെ തണലിൽ സുരക്ഷിതനായിരിക്കും. സലിം മാലിക്, 24, തിരുവനന്തപുരം.
തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്ന് വീട് വിട്ടിറങ്ങിയ പെൺകുട്ടിയെ അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് തിരികെ എത്തിക്കും. വിശാഖപട്ടണത്ത് CWC സംരക്ഷണയിലായിരുന്ന കുട്ടിയെ പോലീസ് ഏറ്റെടുത്തു. മാജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി മൊഴിയെടുത്തതിനു ശേഷമായിരിക്കും കുട്ടിയെ മാതാപിതാക്കൾക്ക് വിട്ടു നൽകുക. അമ്മ ശകാരിച്ചതിന് വീട് വിട്ടിറങ്ങിയ 13-കാരിയെ കഴക്കൂട്ടത്തെ വീട്ടിൽ തിരികെ എത്തിക്കും. വിശാഖപട്ടണത്തെത്തിയ കഴക്കൂട്ടം SI ശരത്തിന്റെ നേതൃത്വത്തിലെ സംഘം ഇന്നലെ രാവിലെയോടെ കുട്ടിയെ ഏറ്റെടുത്തു. CWCയുടെ സംരക്ഷണയിലായിരുന്നു കുട്ടി. ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെ യാത്ര തിരിച്ച പോലീസ് സംഘം ഇന്ന് രാത്രി 10 മണിയോടെയാവും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുക. ചൊവ്വാഴ്ച വീട് വിട്ടിറങ്ങിയ പെൺകുട്ടിയെ 24 റിപ്പോർട്ടർ അലക്സ്ര മുഹമ്മദിന്റെ സമയോചിതമായ ഇടപെടലിലൂടെ വിശാഖപട്ടണത്തെ മലയാളി അസോസിയേഷനിലെ അംഗങ്ങൾ ട്രെയിനിൽ കയറി പരിശോധിച്ച് കണ്ടെത്തുകയായിരുന്നു. കുട്ടിയെ തിരുവനന്തപുരത്ത് എത്തിച്ച ശേഷം കോടതിയിൽ ഹാജരാക്കും. കോടതി നിർദ്ദേശപ്രകാരം കൗൺസിലിംഗും നൽകിയ ശേഷമായിരിക്കും മാതാപിതാക്കൾക്ക് കൈമാറുന്നതിലടക്കം അന്തിമ തീരുമാനമെടുക്കുക. വീട്ടിലേക്ക് മടങ്ങാൻ താൽപ്പര്യമില്ലെന്ന് ആദ്യം അറിയിച്ചിരുന്നെങ്കിലും ഇപ്പോൾ പെൺകുട്ടിക്ക് മനംമാറ്റമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. 24 തിരുവനന്തപുരം. വാർത്താമഴയിൽ വീണ്ടും ഒരു വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കുള്ള പ്രത്യേക സംഘത്തിന്റെ തെരച്ചിലിൽ 6 അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി. സൂചിപ്പാറ പ്രദേശത്തു നിന്നാണ് അസ്ഥിഭാഗങ്ങൾ ലഭിച്ചത്. നാളെ കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി സംഘം ദുരന്ത മേഖല സന്ദർശിക്കും. ഒന്നരാഴ്ചയ്ക്ക് ശേഷം കാണാമറയത്തുള്ള 119 പേർക്കു വേണ്ടി സജീവമായ തിരച്ചിൽ. രാവിലെ 6 മണിക്ക് തന്നെ പ്രത്യേക സംഘത്തിന്റെ നേതൃത്വത്തിൽ ആനടിക്കാപ്പിൽ നിന്ന് ദൗത്യം ആരംഭിച്ചു. NDRF സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, അഗ്നിരക്ഷാസേന, ചാമ്പ്യൻസ് ക്ലബ്ബ് പ്രവർത്തകർ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിയാണ് 16 അംഗ പ്രത്യേക ടീം രൂപീകരിച്ചത്. തിരച്ചിലിന് പോകുന്നവർക്ക് ഉപകരണങ്ങൾ എത്തിക്കാൻ 10 പേരടങ്ങുന്ന മറ്റൊരു സംഘവും ഉണ്ടായിരുന്നു. ഉച്ചയോടെ പരപ്പൻപാറ, സൂചിപ്പാറ മേഖലയിൽ നിന്ന് 6 അസ്ഥിഭാഗങ്ങൾ ലഭിച്ചു. ഇവ DNA പരിശോധനയ്ക്ക് അയക്കും. വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് അസ്ഥികൾ ലഭിച്ചതുകൊണ്ട് തന്നെ ഒരാളുടേതാകില്ല എന്ന നിഗമനത്തിലാണുള്ളത്. ആനടിക്കാപ്പ് മുതൽ സൂചിപ്പാറ വരെയുള്ള വളരെ ബുദ്ധിമുട്ടുള്ള മേഖലയിലായിരുന്നു ഇന്നത്തെ തിരച്ചിൽ. മണ്ണും അതുപോലെ പറ്റുന്ന രീതിയിലുള്ള പാറക്കെട്ടുകൾ അങ്ങോട്ട് മാറ്റിയിട്ട് അവിടുന്ന് സെർച്ച് ചെയ്യാം. എന്നുവെച്ചാൽ ബോഡീൻ്റെ എന്തെങ്കിലും പാർട്ട് കിട്ടാനുള്ള എല്ലാ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. ഈ മേഖലയിൽ തിരച്ചിൽ തുടരണമോ എന്ന കാര്യത്തിൽ മന്ത്രിസഭാ ഉപസമിതി തീരുമാനമെടുക്കും. നാളെ കേന്ദ്ര ദുരന്ത നിവാരണ അതോറിറ്റി സംഘം ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിക്കും. 17 വ്യത്യസ്ത വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ സംഘത്തിലുണ്ടാകും. സമഗ്രമായ പുനർനിർമ്മാണ റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ടീം 24 വയനാട്. കൊൽക്കത്ത RG-കർ മെഡിക്കൽ കോളേജിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ മുഖ്യപ്രതി സഞ്ജയ് റോയ്ക്കെതിരായ 53 തെളിവുകൾ കൊൽക്കത്ത പോലീസ് CBIക്ക് കൈമാറി. മെഡിക്കൽ കോളേജിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന കേസിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരെ CBI നടപടി കടുപ്പിച്ചു. സന്ദീപ് ഘോഷിന്റെയും അടുപ്പക്കാരുടെയും വീടുകൾ റെയ്ഡ് ചെയ്തു. യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി സഞ്ജയ് റോയിയുടെ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ, ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ്, ഹെൽമറ്റ്, CCTV ദൃശ്യങ്ങളടക്കമുള്ള 53 തെളിവുകളാണ് പോലീസ് CBIക്ക് കൈമാറിയത്. കേസിൽ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് അടക്കം 7 പേരെ കഴിഞ്ഞ ദിവസം നുണപരിശോധനയ്ക്ക് വിധേയരാക്കിയിരുന്നു. RG-കർ മെഡിക്കൽ കോളേജിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന കേസിലും സന്ദീപ് ഘോഷിനെതിരെ CBI അന്വേഷണം ഊർജിതമാക്കി. സന്ദീപ് ഘോഷിന്റെ വസതിയിൽ ഇന്ന് രാവിലെയാണ് CBI സംഘം റെയ്ഡ് നടത്തിയത്. അടുത്ത അനുയായി ദേബാശിഷ് സോമിന്റെ വസതിയടക്കം 3 ഇടങ്ങളിലും പരിശോധന നടത്തി. അതേസമയം പ്രതിഷേധം തുടരുന്ന RG-കർ മെഡിക്കൽ കോളേജിന് സമീപം നിരോധനാജ്ഞ ഓഗസ്റ്റ് 31 വരെ നീട്ടി. ഡോക്ടേഴ്സിന്റെ സമരം തുടരുകയാണ്. വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ അന്വേഷണ പുരോഗതി ഡോക്ടർമാർ ആരായുമ്പോൾ ആശുപത്രിയുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ അന്വേഷണം ഊർജിതമാക്കുകയാണ് CBI. കൊൽക്കത്തയിൽ നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. ബോയിംഗ് സ്റ്റാർലൈനർ പേടകം സഞ്ചാരികളെ കൂട്ടാതെ ഭൂമിയിലേക്ക് മടങ്ങുമെന്ന് നാസ. സെപ്റ്റംബർ ആദ്യവാരമാണ് പേടകം തിരിച്ചെത്തിക്കുന്നത്. ബഹിരാകാശ യാത്രികരായ സുനിത വില്യംസും ബുച്ച് ഫിൽമോറും ജൂൺ 5-നാണ് സ്റ്റാർലൈനറിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്. 8 ദിവസത്തേക്കായിരുന്നു പരീക്ഷണ ദൗത്യം. എന്നാൽ ഹീലിയം ചോർച്ചയും ത്രസ്റ്റർ തകരാറുകളും തുടർന്ന് സ്റ്റാർലൈനറിന്റെ മടക്കയാത്ര നാസ വേണ്ടെന്ന് വെച്ചു. 2025 ഫെബ്രുവരിയിൽ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ സ്പേസ് ക്രാഫ്റ്റിൽ സുനിതയെയും വിൽമോറിനെയും തിരിച്ചെത്തിക്കുമെന്നാണ് നാസ അറിയിച്ചിട്ടുള്ളത്. ടെലഗ്രാം മേധാവി പവേൽ ദുരോവ് അറസ്റ്റിൽ. ടെലഗ്രാമുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങളുടെ പേരിലാണ് അറസ്റ്റെന്നാണ് സൂചന. പാരീസിലെ ലേ ബുർഗറ്റ് വിമാനത്താവളത്തിൽ വെച്ചാണ് പവേൽ ദുരോവിന്റെ അറസ്റ്റ്. അസർബൈജാനിൽ നിന്ന് തന്റെ സ്വകാര്യ ജെറ്റിലെത്തിയതായിരുന്നു അദ്ദേഹം. ടെലഗ്രാമിലൂടെ നടക്കുന്ന കുറ്റകൃത്യങ്ങൾ തടയുന്നതിൽ പവേൽ ദുരോവ് പരാജയപ്പെട്ടു എന്നാണ് കുറ്റം.
ദുരോവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. എന്നാൽ ഇതുവരെ വിഷയത്തിൽ ടെലഗ്രാം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ടെലഗ്രാമിന്റെ സഹസ്ഥാപകനും സിഇഒയുമാണ് 39-കാരനായ പവേൽ ദുരോവ്. റഷ്യൻ വംശജനായ പവേൽ ദുബായിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. $15.5 ബില്യൺ ആസ്തി ദുരോവിനുണ്ടെന്നാണ് ഫോബ്സിന്റെ കണ്ടെത്തൽ. ദുരോവും സഹോദരൻ നിക്കോലായും ചേർന്ന് 2013-ലാണ് ടെലഗ്രാം സ്ഥാപിച്ചത്. 900 മില്യൺ ആക്റ്റീവ് യൂസർമാർ ടെലഗ്രാമിന് ഇപ്പോഴുമുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. എന്ന് വിശ്വസിക്കുക, അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതല്ല, നിങ്ങൾക്ക് നീതി നടപ്പാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സിസ്റ്റത്തിനെ ചോദ്യം ചെയ്യുകയാണ്. അത് ഡിസ്കസ് ചെയ്യപ്പെടേണ്ട വലിയൊരു വിഷയമാണ്. WCC? CWC അല്ല, WCC. Get your facts right. അപ്പൊ നിങ്ങൾ പറയുന്നത് ഇവിടുത്തെ സർക്കാരിലും ഇവിടുത്തെ നിയമ വ്യവസ്ഥയിലും അല്ല. അപ്പൊ നിങ്ങൾ പിന്നെ ഞാൻ എങ്ങനെ അതിലൊരു അഭിപ്രായം പറയും? നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അല്ലെങ്കിൽ ഞാൻ എങ്ങനെ പറയും? വേറെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ആൾക്കൂട്ടം വിചാരണ ചെയ്യണമെന്നാണോ? മാധ്യമ വിചാരണ ചെയ്യണമെന്നാണോ? അതിനല്ലേ ഇവിടെ നിയമവും ഗവൺമെന്റും സിസ്റ്റവും ഒക്കെ ഉള്ളത്. അത് അങ്ങനെ തന്നെ നടക്കണം. അത് നിങ്ങളെ പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്ന കാര്യമാണ്. മാറ്റം അനിവാര്യമാവേണ്ടത് നിങ്ങളത് TRPക്ക് വേണ്ടിയിട്ടല്ലാതെ ആത്മാർത്ഥമായിട്ട് ഇതിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം എന്നുള്ളത് മാത്രമാണ് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. ഇത് സിനിമയ്ക്കകത്ത് മാത്രം നടക്കുന്ന കാര്യമാണെന്ന് നിങ്ങൾ പറയുന്ന സമയത്ത് അതല്ലെന്നും മാധ്യമ സ്ഥാപനങ്ങൾ നടന്നിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം, നിങ്ങൾക്കും കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തോ മാത്രമല്ല ഇങ്ങനെ ഒരു മാറ്റം വേണ്ടത്. ഇങ്ങനെയുള്ള മാറ്റം ലോകത്തെ എല്ലായിടത്തും എല്ലാ ജോലി സ്ഥലത്തും സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആരാണെങ്കിലും അവർ ജോലി സ്ഥലത്ത് സുരക്ഷിതരായിരിക്കണം എന്നുള്ളത് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ഓക്കെ, താങ്ക് യു. ഏത് മേഖലയിലായാലും സ്ത്രീകൾ സുരക്ഷിതരായിരിക്കണം. അവർക്ക് സുരക്ഷിതരായി ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കണം. ഇവിടെ ഇപ്പോൾ കുറ്റം തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. നീതിന്യായ വ്യവസ്ഥയിൽ, നിയമവ്യവസ്ഥയിൽ നമുക്ക് വിശ്വാസമുണ്ടാകണമെന്നാണ് ടൊവിനോ തോമസ് പറയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. ഇസ്രായേൽ ഹിസ്ബുള്ള ആക്രമണം രൂക്ഷമാകുന്നു. ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ 100ഓളം ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. ഇന്ന് പുലർച്ചെ ഹിസ്ബുള്ള 320 റോക്കറ്റുകളാണ് ഇസ്രയേലിലേക്ക് തൊടുത്തത്. ഇതിനെ പ്രതിരോധിക്കാനാണ് പ്രത്യാക്രമണമെന്ന് ഇസ്രയേലിന്റെ വാദം. സൈനിക കമാൻഡർ ഫൗദ് ഷുക്രിന്റെ കൊലപാതകത്തിന് പകവീട്ടാനാണ് ഇസ്രയേലിനെ ആക്രമിച്ചതെന്ന് ഹിസ്ബുള്ളയും പ്രതികരിച്ചു. ആക്രമണം വിജയകരമായെന്നും ഹിസ്ബുള്ള അവകാശപ്പെട്ടു. 48 മണിക്കൂറിലേക്ക് ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു സ്ഥിതിഗതികൾ വിലയിരുത്തി. 1000ഓളം ഹിസ്ബുള്ള മിസൈലുകൾ തകർത്തതായി ഇസ്രയേൽ അവകാശപ്പെടുന്നുണ്ട്. സ്ഥിതിഗതികൾ നിരീക്ഷിക്കുകയാണെന്ന് US പ്രതികരിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. പ്രശസ്ത പെർഫ്യൂം നിർമ്മാണ സ്ഥാപനമായ യാഡ്ലെയുടെ ഓണാഘോഷം യാഡ്ലെ ഓണം ബ്ലോസം എന്ന പേരിൽ എറണാകുളം കുമ്പളം റമദ റിസോർട്ടിൽ നടന്നു. പെർഫ്യൂം നിർമ്മാണ രംഗത്ത് 250 വർഷങ്ങൾ പിന്നിടുന്ന യാഡ്ലെയുടെ ഉത്പന്നങ്ങളിൽ ഉപയോഗിക്കുന്ന സുഗന്ധ പുഷ്പങ്ങൾ ചടങ്ങിൽ പരിചയപ്പെടുത്തി. ഓണം എന്നത് പുഷ്പങ്ങളുടെ ഉത്സവമാണെന്നും യാഡ്ലെ പുഷ്പങ്ങളുടെ പ്രതീകമാണെന്നും യാഡ്ലെ കേരള മാനേജ്മെന്റ്. Wherever Malayali is there, we are celebrate Onam. So Onam എന്ന് പറയുമ്പം യാഡ്ലി ഓൾസോ ഒരു ഫ്രാഗ്രൻസ് പെർഫ്യൂമിൻ്റെ ഒരു ഇതാണ്. ലാസ്റ്റ് 25 to 250 years ആയിട്ട് യാഡ്ലി ഇൻ ദ വേൾഡ് ഈസ് ഡൂയിങ് വെരി വെൽ ഇൻ ദ ഫ്രാഗ്രൻസ്. നമുക്ക് കേരളത്തിലെ സംബന്ധിച്ച് യാഡ്ലി സാധാരണ എല്ലാ വീടുകളിലും ഒരു യാഡ്ലിയുടെ ഐറ്റം ഇല്ലാതിരിക്കുന്ന ഒരു വീടുകളും ഉണ്ടാവില്ല. അപ്പോൾ പെർഫ്യൂംസിലാണെങ്കിലും നമ്മൾ വളരെ നന്നായി തന്നെ പെർഫ്യൂംസും അതുപോലെ ഫ്രാഗ്രൻസും എല്ലാം ഉൾപ്പെടുത്തിയുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മുടെ എല്ലാം. അതുകൊണ്ട് ഓണം എന്ന് പറയുന്നത് വി ത്രൂ യാഡ്ലി, സ്റ്റെപ്പ് വിത്ത് യാഡ്ലി. So Onam is all about flowers, right? And this brand is also all about flowers. So we thought, why not celebrate it together? What we have done is we have called 20 influencers. These are top influencers of Kerala, to come and get a first-hand experience of all our beautiful products. So you can see several installations over here. People can come experience our products, get first-hand understanding of how Yardley is very different. Yardley has been making perfumes and bath and body products for over 250 years. And through this event, we wanted to communicate that to our consumers also. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് ഉൾപ്പെടെ ആഘോഷത്തിൽ പങ്കെടുത്തു. വാർത്താമഴ അവസാനിക്കുന്നു.